സാധാരണ യു എസ് ബി കേബിളിന് രണ്ട് ഉപയോഗങ്ങളാണ്. ഒന്ന് ഡാറ്റ ട്രാൻസ്ഫർ, രണ്ടാമത്തത് പവർ കൊടുക്കാൻ പറ്റും. 5 വോൾട്ട് പവർ സപ്ലൈ വഴി ഒരു 500 മില്ലി ആംപിയർ വരെയുള്ള പവർ ഡെലിവർ ചെയ്യാൻ പറ്റും. അതാണ് സാധാരണ യു എസ് ബി. പക്ഷേ ഇപ്പോൾ യു എസ് ബി സി പവർ ഡെലിവറി എന്ന് പറഞ്ഞ പുതിയ സംവിധാനം വന്നിട്ടുണ്ട്. അത് ഈ കറുത്ത കേബിള് യു എസ് ബി സി പവർ ഡെലിവറിയാണ്. അത് വണ്ണം കൂടുതലുണ്ട്. മറ്റേത് സാധാരണ യു എസ് ബി കേബിളാണ്. ഈ യു എസ് ബി സി പവർ ഡെലിവറി കേബിളിൽ 48 വോൾട്ട് വരെ വരാം, എന്നിട്ട് 240 വാട്ട് വരെ, അത്രയധികം പവർ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ചില പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ട്. എല്ലാ കേബിൾ ഉപയോഗിച്ചാലും അതുപോലെ കിട്ടില്ല, എല്ലാ ഉപകരണങ്ങളിലും അതുപോലെ കിട്ടില്ല. അതിനുള്ള ചാർജർ വേണം. സ്വീകരിക്കുന്ന ഇപ്പോൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്ത് ഡിവൈസ് വെച്ചാൽ അതിനുള്ള പ്രത്യേക പവർ നെഗോസിയേഷൻ പ്രോട്ടോക്കോൾസ് എന്ന് പറയും, അത് വേണം. ആ നെഗോസിയേഷൻ ചെയ്യാൻ എക്സ്ട്രാ ചാനൽസ് ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ തരം യു എസ് ബി ടൈപ്പ് സി കണക്ടർ 24 പിന്നുണ്ട് അതിനകത്ത്. പക്ഷേ എല്ലാറ്റിനൊന്നും കാണാറില്ല കേട്ടോ. ചിലതൊക്കെ തുറന്ന് നോക്കുമ്പോൾ അത്ര പിന്നൊന്നും കാണാറില്ല. അത് വേറെ ടൈപ്പിൽ ഉണ്ടാക്കിയതായിരിക്കണം. പിന്നെ അതിന് റിവേഴ്സ് സിമെട്രി ഉണ്ട്, തിരിച്ചും മറിച്ചും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ പിന്നുകളുടെ നമ്പറും എഴുതിയത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ അതിൽ 4 ഗ്രൗണ്ട് കണക്ഷൻ ഉണ്ട്, 2 വീതം ഓരോ സൈഡിലും. പിന്നെ TX RX എന്ന് പറഞ്ഞാൽ ഹാം റേഡിയോക്കാർക്ക് അറിയാം. TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ്, RX എന്ന് പറഞ്ഞാൽ റിസീവ്. അപ്പോൾ ഇത് എൻഹാൻസ്ഡ് സൂപ്പർ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ USB 3 ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഷീൽഡഡ് ഡിഫറൻഷ്യൽ പാസ് ആണ് അതിലുള്ളത്. D എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ പാസിന് വേണ്ടിയിട്ടാണ്. സാധാരണ USB to ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ഉണ്ടാവുക. SBU എന്ന് പറഞ്ഞാൽ സൈഡ് ബാൻഡ് യൂസ്, CC എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ചാനൽ, VBus എന്ന് പറഞ്ഞാൽ ബസ് പവർ സപ്ലൈ ലൈൻ. ഈ ചിത്രത്തിൽ മുകളിൽ കാണുന്നത് പഴയ തരത്തിലുള്ള അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറാണ് പഴയ USB കേബിളിൽ ഉപയോഗിക്കുന്നത്. ലോ സ്പീഡിന്, ഫുൾ സ്പീഡിന് ആൻഡ് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിന്. ട്വിസ്റ്റഡ് പെയർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നോയ്സും ക്രോസ് ടോക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എൻഹാൻസ്ഡ് സൂപ്പർ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ USB 3 അതിന് ഷീൽഡഡ് ഡിഫറൻഷ്യൽ പാസ് ഉപയോഗിക്കുന്നത്. USB C കേബിളിൽ 16 വയറാണ്, പക്ഷേ കണക്ടറിൽ 24 പിന്നുണ്ട്. അതെന്താ വെച്ചാൽ B6ഉം B7ഉം കണക്ഷൻ ഇല്ല. പിന്നെ 4 ഗ്രൗണ്ടും 4 VBusഉം ഒക്കെ ഒരേ സോൾഡർ ജോയിൻറ്റിലാണ് കണക്ട് ചെയ്യുന്നത്. USB C PD സ്റ്റാൻഡേർഡ് സോഴ്സ് മോണിറ്റർ ചെയ്യും. അതായത് സപ്ലൈ കറണ്ട് കൂടുതലായിട്ട് ഓവർ ചാർജിങ് വരാതിരിക്കാൻ വേണ്ടി മോണിറ്റർ ചെയ്യും. അത് സോഴ്സും സിങ്കും തമ്മിൽ ആ കേബിൾ വഴിയുള്ള നെഗോസിയേഷനാണ്. അപ്പോൾ നല്ല സർക്യൂട്ടുകളിൽ ഷോർട്ട് സർക്യൂട്ട് വരെ ചെക്ക് ചെയ്യും. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്, സർജ് ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ ഏറ്റവും പുതിയ ടൈപ്പ് C പോർട്ട് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മൈക്രോ കൺട്രോളറൊക്കെ വെച്ചിട്ട് ഈവൻ മോയ്സ്ചർ, നീരാവിയുടെ അംശമുള്ളത് പോലും USB പോർട്ടിലുണ്ട്, അതുപോലും ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ USB C PD കേബിളിന് ഹൈ എമൗണ്ട് ഓഫ് പവർ ഡെലിവർ ചെയ്യാൻ പറ്റും. റാസ്ബെറി പൈ 5 ഉണ്ടല്ലോ, അത് PD പ്രോട്ടോക്കോൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ റേഡിയോബെറി, SBTX എന്നീ റേഡിയോകളിൽ റാസ്ബെറി പൈ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് റാസ്ബെറി പൈ 4 ആണ്. പൈ 5ൻ്റെ കമ്പാറ്റബിലിറ്റി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഭാവിയിൽ ഒരു പക്ഷേ USB C PD പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് റാസ്ബെറി പൈ 5 ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ PD ചാർജറിന് ടൈപ്പ് C പോർട്ട് പ്രൊട്ടക്ഷൻ TCPP ഉണ്ടാവണം. അത് 5 വോൾട്ട് മോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യും സോഴ്സും സിങ്കും തമ്മിൽ, അതായത് ചാർജറും ചാർജ് ചെയ്യുന്ന ഡിവൈസും തമ്മിൽ. അതാണ് CC ചാനൽ, കോൺഫിഗറേഷൻ ചാനൽ ലൈൻസ് ഉണ്ടാവും. അതുകൂടെ ഒപ്റ്റിമം ചാർജ്, ബെസ്റ്റ് ചാർജിങ് മോഡ് എങ്ങനെയാണ്, എത്ര വോൾട്ടേജ് ആണെന്നുള്ള അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അതാണ് പറ്റുന്നത്. ഈ നെഗോസിയേഷൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ PD ചാർജർ ആണെങ്കിൽ പോലും 5 വോൾട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓവർ വോൾട്ടേജ് വരില്ല. പിന്നെ ലെഗസി മോഡിൽ 15 വാട്ട് വരെയാണ് പവർ പോവുക, 5 വോൾട്ട് 3 ആംപിയർ. SPR മോഡ്, അതായത് സ്റ്റാൻഡേർഡ് പവർ റേഞ്ച് ആണെങ്കിൽ 100 വാട്ട് വരെ 20 വോൾട്ടിൽ, അതായത് 5 ആംപിയർ വരെ പോകാൻ പറ്റും. പിന്നെ എക്സ്റ്റെൻഡഡ് പവർ റേഞ്ച് EPR മോഡാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ 240 വാട്ട്, 48 വോൾട്ട്,
5 ആംപിയർ. അപ്പോൾ ഇത്രയൊക്കെ പവർ USB കൂടെ ഡെലിവറി ചെയ്യാനുള്ള സംവിധാനമായിട്ടുണ്ട്. അപ്പോൾ ഈ കേബിളുകൾ കണ്ടാലും അറിയാം അതിൻ്റെ വണ്ണത്തിലുള്ള വ്യത്യാസം. പിന്നെ എല്ലാറ്റിനും അതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ചാർജറും കേബിളും പിന്നെ ഡിവൈസും വേണം.